മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു അടിപൊളി ഹെയർ പാക്ക് വീഡിയോ ആണ്. നമ്മുടെ മുടിനെ നല്ല രീതിയിൽ തന്നെ വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് വീഡിയോ ആണ്. സോ നമുക്ക് അതിന് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് ചെമ്പരത്തി ഇല, നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്ത് ഉള്ളതാണ് ചെമ്പരത്തി ഇല. പിന്നെ വേണ്ടത് അലോവേര, അതും എല്ലാവരുടെ വീടിൻ്റെ മുറ്റത്തും ഉള്ളൊരു സംഭവമാണ് അലോവേര. പിന്നെ വേണ്ടത് ഉലുവ, എല്ലാവരുടെ അടുക്കളയിലും ഈ സംഭവം ഉണ്ടാവും, ഉലുവ. പിന്നെ നമുക്ക് എക്സ്ട്രാ വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അത് മാത്രം നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കേണ്ടി വരും. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലും ഈ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ നോക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലാക്സ് സീഡ് വീട്ടിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് ആദ്യക്കൂട്ടം വന്നിട്ട് പറഞ്ഞ് അവനും ചേച്ചി എന്നെയും കൂടെ കൂട്ടുമോ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി നീ കൂടിക്കോന്ന് പറഞ്ഞു. ഇത് ആദ്യം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിൽ അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങളും ബെനിഫിറ്റും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ ഉലുവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉലുവ നല്ല രീതിയിൽ തന്നെ ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഉലുവ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫ്ലാക്സ് സീഡ് വന്നിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നല്ല രീതിയിൽ തന്നെ ഒരു നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുടി നല്ലോണം സ്ട്രെങ്തൻ ചെയ്യാനും ഫ്ലാക്സ് സീഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ അലോവേര ജെല്ലാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറച്ചിട്ട് മുടിക്ക് നല്ലൊരു ഷൈനിങ് ഒക്കെ തരാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ മുടി വളരാനും വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അലോവേര എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചെമ്പരത്തി ഇല വന്നിട്ട് ഹെയർ തിന്നിങ്ങിനെ നല്ല രീതിയിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യും. നല്ല രീതിയിൽ തന്നെ മുടിക്കൊരു സ്ട്രെങ്തനൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില എടുക്കുമ്പോൾ ചെടിയിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുന്ന കറിവേപ്പില ഇടാൻ ശ്രമിക്കുക, കടയിൽ നിന്ന് വാങ്ങുന്നതിനും കാട്ടിലും. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കറിവേപ്പില, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിരിക്കുന്നത്. കൂടുതൽ ചേർത്താൽ നല്ലതാണ്. സോ ഒരു പാത്രത്തിൽ ഇത് 3 ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഉലുവ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടി വച്ചിട്ട് നമ്മൾ ചെമ്പരത്തി ഇല ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഉലുവ ഇട്ട് അങ്ങനെ നിങ്ങൾക്ക് അരച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പിലയും നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇടുമ്പോൾ തന്നെ ഉലുവ നിങ്ങൾക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇനി ഇത് 3 അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ ചൂടായി നല്ല രീതിക്ക് തിളയ്ക്കണം. അതേസമയം തന്നെ ചെമ്പരത്തി ഇല എടുത്തിട്ട് ഞാൻ നല്ലോണം കഴുകി അതിലെ പൊടിയും അഴുക്കും ഒക്കെ മാറ്റി നല്ലോണം കഴുകി വേറൊരു പാത്രത്തിൽ വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചൂടാക്കാൻ വെച്ചിരുന്ന ഈ ഒരു ഉലുവയും ഫ്ലാക്സ് സീഡും ഒക്കെ ഓവറായിട്ട് തിളച്ച് ഭയങ്കരമായിട്ട് അങ്ങ് കുറുകണ്ട. അത്യാവശ്യം ഒന്ന് തിളച്ച് സെറ്റ് ആകുമ്പോഴത്തേനും തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഫ്ലാക്സ് സീഡിൽ ജെല്ല് പോലത്തെ ഒരു സംഭവം ഫ്ലാക്സ് സീഡിൽ നിന്ന് വരും. അപ്പോൾ അത് നമ്മൾ ഓവറായിട്ട് തിളപ്പിച്ചാൽ അത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പിന്നെ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര പാടാവും. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആ ഒരു രീതിയിലൊക്കെ നിങ്ങളും ചെയ്താൽ മതി. എന്ന് വെച്ചാൽ തീരെ ലിക്വിഡും അല്ല എന്നാൽ തീരെ ജെല്ലും അല്ല, ആ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ. ഇനി ആ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മൾ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഓവർ കട്ടിയാവാത്തത് കൊണ്ട് തന്നെ നമുക്കിത് അരിപ്പേ കൂടെ ഈസി ആയിട്ട് അരിക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ അരിച്ച് അതിൻ്റെ ജെല്ല് മൊത്തം നമ്മൾ വേർതിരിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ ജെല്ല്. അപ്പം ഞാൻ അതിലുണ്ടായിരുന്ന ആ കറിവേപ്പിലയുടെ തണ്ടെടുത്ത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടിട്ടുണ്ട്. അതോ കണ്ടില്ലേ, നല്ല രീതിയിൽ ഭയങ്കര കട്ടിയും അല്ല എന്നാൽ തീരെ ലിക്വിഡും അല്ലാത്ത രീതിക്ക് നമുക്ക് അടിപൊളിയായിട്ട് ആ ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ അലോവേരയുടെ അകത്തുള്ള ജെല്ല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ജാർ എടുക്കാം. ഞാൻ ഇവിടെ ചെറിയ ജാറാണ് എടുക്കുന്നത്, കാരണം ഞാൻ കുറച്ച് അരയ്ക്കുന്നുള്ളൂ. ആ ജാറിലോട്ട് നമ്മുടെ അലോവേരയുടെ ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ജെല്ല് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചെമ്പരത്തി ഇല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്ട് വെറുതെ വേണമെങ്കിലും ഈ ജെല്ലെടുത്ത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ അരച്ച് പേസ്റ്റ് പോലെ ആക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിലിരിക്കുന്ന ചെമ്പരത്തി ഇല ഇട്ട് നമ്മൾ അടിച്ചതും മറ്റേത് നമ്മൾ ഉണ്ടാക്കിയ ജെല്ലുമാണ്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തലയിൽ തേക്കാം, വളരെ നല്ലതാണ് മുടി വളരാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹെയർ പാക്ക് നല്ല രീതിയിൽ തന്നെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് തലയിൽ വെച്ച് വയ്ക്കണം. എന്നിട്ട് വേണം വാഷ് ചെയ്ത് കളയാൻ.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടത്. നല്ല രീതിയിൽ തന്നെ ട്രസ്റ്റ് മീ ഗായ്സ്, നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. വളരെ ഈസിയുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വന്നിട്ട് വീക്ക്ലി വൺസ് ഓർ ട്വൈസ് നിങ്ങൾക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം. ഈ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ ഷാമ്പൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഒരു ഷാമ്പൂ എഫക്റ്റ് നമ്മുടെ മുടിയിൽ ഇത് കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ചെമ്പരത്തിയില ഇതിൽ ചെമ്പരത്തിയിലയും ഉലുവ ഇതിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഷാമ്പൂ എഫക്റ്റ് നാച്ചുറലി നമ്മുടെ ഹെയറിന് ഇത് കൊടുക്കുന്നതായിരിക്കും. സോ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ. മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.